എല്ലാ കുട്ടികൾക്കും നമസ്കാരം. 10ാം ക്ലാസ്സിലെ ഫിസിക്സിന്റെ മൂന്നാമത്തെ ചാപ്റ്ററായ വിഷൻ ആൻഡ് ദ വേൾഡ് ഓഫ് കളേഴ്സ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തായിരുന്നു അല്ലേ? ഫിൽറ്റേഴ്സിനെ കുറിച്ചൊക്കെ അല്ലേ, അതായത് ട്രാൻസ്പെറന്റ് ഒബ്ജക്റ്റ് അതുപോലെ തന്നെ ഒപ്പേക്ക് ഒബ്ജക്റ്റ് ഡിസ്കസ് ചെയ്തായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന പുതിയൊരു ടോപ്പിക്കാണ് പ്രകാശത്തിന്റെ വിസരണം അല്ലെങ്കിൽ സ്കാറ്ററിങ് ഓഫ് ലൈറ്റ്. വളരെ രസമുള്ള ടോപ്പിക്കാണ്. അതുപോലെ തന്നെ നമുക്ക് ഡെയിലി ലൈഫിൽ കാണുന്ന എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ അത് പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു സെക്ഷനുമാണ് കേട്ടോ. പ്രകാശത്തിന്റെ വിസരണം അല്ലെങ്കിൽ എന്താണ് സ്കാറ്ററിങ് ഓഫ് ലൈറ്റ്. ഈ സ്കാറ്ററിങ് നമുക്ക് കാണാം. ഇതാ നോക്കിയേ, സ്കാറ്ററിങ്ങിന്റെ എക്സാമ്പിൾ ആണ് സ്കൈയുടെ കളർ കണ്ടോ, സ്കൈ ബ്ലൂ കളറിൽ കാണപ്പെടുന്നു. അതെന്തൊരു എക്സാമ്പിൾ ആണ്? സ്കാറ്ററിങ്ങിന്റെ എക്സാമ്പിൾ ആണ്. അതുപോലെ തന്നെ സൂര്യാസ്തമയ സമയത്തൊക്കെ എങ്ങനെയാണ് ആകാശം ഒരു ഓറഞ്ച് റെഡിഷ് കളറിൽ കാണാൻ മേല, അതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? ഈ സ്കാറ്ററിങ്ങിന് എക്സാമ്പിൾ ആണ്. അപ്പൊ ഈ സ്കാറ്ററിങ് എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നോക്കിയേ, സൺറൈസ് അല്ലെങ്കിൽ സൺലൈറ്റിൽ നിന്നാണ് റേസ് അന്തരീക്ഷത്തിലേക്ക് വരുവാണ് അല്ലെങ്കിൽ ഭൂമിയിലേക്ക് വരുവാണ്. അപ്പൊ നമുക്കറിയാം അന്തരീക്ഷത്തിൽ എന്തുണ്ട്, ഒരുപാട് പാർട്ടിക്കിൾസ് ഉണ്ട് അല്ലേ? അപ്പോൾ ഈ പാർട്ടിക്കിൾസിലേക്കെല്ലാം വന്ന് വീണ് കഴിയുമ്പോൾ സൺലൈറ്റ് വന്ന് വീണ് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഇതാ ഇവിടെ നോക്കിയേ, ഈ ഒരു റേസ് നമ്മൾ കാണിച്ചത് ഇവിടെ വന്നു കഴിയുമ്പോൾ എന്ത് സംഭവിച്ചു? ഇവിടെ ഒരു പാർട്ടിക്കിൾ ഉണ്ട്. ഈ പാർട്ടിക്കിളെ തട്ടി ഇതാ ഇങ്ങോട്ട് തെറിച്ചു പോയി. ദെൻ ആ റേസ് പിന്നെ ഇവിടെ വന്നിട്ട് ഇങ്ങോട്ട് പോയി വേറെ പാർട്ടിക്കിൾ ഉണ്ട്, ഇതാ ഇങ്ങോട്ട് പോകുന്നുണ്ട്, പല രീതിയിൽ അത് പോകുന്നുണ്ട് ഇല്ല, അതായത് ചെതറിപ്പോവാണ് ചെയ്യുന്നത്. അപ്പൊ ഈ സൂര്യപ്രകാശം എങ്ങനെയാണ് ഈ സൂര്യപ്രകാശമാണ് അന്തരീക്ഷത്തിലൂടെ കടന്നു പോകുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? ഈ പ്രകാശരശ്മികൾക്ക് അല്ലെങ്കിൽ കിരണങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നുണ്ട്? ചെതറിപ്പോകുന്നുണ്ട് അല്ലെ? അന്തരീക്ഷത്തിലെ ഒരുപാട് സൂക്ഷ്മ കണങ്ങളുണ്ട്, അതിലൊക്കെ തട്ടിയെന്നാണ് ചെതറിപ്പോകുന്നുണ്ട്. ഇനി അത് ചെതറിപ്പോകുന്നത് എങ്ങനെയാണ്? ക്രമമായിട്ടാണോ അത് ചെതറിപ്പോകുന്നത്? റെഗുലർ ആയിട്ടുള്ള സ്കാറ്ററിങ് അല്ലെങ്കിൽ റിഫ്ലക്ഷൻ ആണോ അവിടെ നടക്കുന്നത്? അല്ലല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലേ, ഒരു നേരെ വന്നിട്ട് ഒരു പർട്ടിക്കുലർ രീതിയിലേക്ക് മാത്രമല്ലല്ലോ പോകുന്നത്, പല ഡയറക്ഷനിലേക്ക് പോകുന്നുണ്ട്. അതായത് ഇറഗുലർ ആയിട്ടുള്ള ക്രമരഹിതമായിട്ടുള്ള തരത്തിലാണ് അവിടെ ഈ രശ്മികൾ അല്ലെങ്കിൽ പ്രകാശകിരണങ്ങൾ അവിടെ ചെതറിപ്പോകുന്നത്. അപ്പോൾ ഈ സൂര്യപ്രകാശം എന്താണ് നമ്മൾ ഭൂമിയിലേക്ക് വരുമ്പോൾ പല സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ എന്താണ് അന്തരീക്ഷത്തിലെ കണികൾ തട്ടി ഇങ്ങനെ ചെതറിപ്പോകുന്നുണ്ട്. അപ്പൊ ഇപ്രകാരം ഇങ്ങനെ ചെതറിപ്പോകുന്ന ഈ ഒരു പ്രതിഭാസനെ നമ്മൾ പറയുന്ന പേരാണ് പ്രകാശത്തിന്റെ വിസരണം അല്ലെങ്കിൽ സ്കാറ്ററിങ് എന്ന് പറയുന്നത്. സൺലൈറ്റ് വീഴുന്നുണ്ട്, സൺലൈറ്റ് പല സ്ഥലങ്ങളിൽ തട്ടി ചെതറി പോകുന്നുണ്ട്, അന്തരീക്ഷത്തിൽ തട്ടി ചെതറി പോകുന്നുണ്ട്. പിന്നെ താഴേക്ക് വരുമ്പോൾ വേറെ മറ്റു ഒബ്ജക്റ്റുകളൊക്കെ ഇല്ല, അതിലെല്ലാം തട്ടി ചെതറി പോകുന്നുണ്ട്. അപ്പൊ അങ്ങനെ ചെതറി പോകുന്നതിന് നമ്മൾ പറയുന്ന പേരാണ് പ്രകാശത്തിന്റെ വിസരണം അല്ലെങ്കിൽ സ്കാറ്ററിങ് ഓഫ് ലൈറ്റ്. മാധ്യമത്തിലെ കണികൾ ഇല്ലേ, മാധ്യമം എന്ന് വെച്ചാൽ അന്തരീക്ഷം എന്തു ആയിക്കോട്ടെ, അവിടെ തട്ടി പ്രകാശത്തിന് സംഭവിക്കുന്ന ക്രമരഹിതം, അത് ഓർത്തണം കേട്ടോ, ക്രമരഹിതമായിട്ടുള്ളതാണ്. ക്രമരഹിതവും ഭാഗികവുമായിട്ടുള്ള ദിശാവ്യതിയാനമാണ് വിസരണം അല്ലെങ്കിൽ സ്കാറ്ററിങ് എന്ന് പറയുന്നത്. മനസ്സിലാകുന്നില്ല? കംപ്ലീറ്റ് ആയിട്ട് അത് റിഫ്ലക്ട് ചെയ്ത് പോകുന്നില്ല. എന്ന് വെച്ചാൽ ഭാഗികമായിട്ട് വന്ന് വീഴുന്നുണ്ട്, കംപ്ലീറ്റ് ആയിട്ട് പോകുന്നുണ്ടോ? ഇല്ല, ഭാഗികമായിട്ട് ബാക്കി ലൈറ്റ് താഴേക്ക് വരുന്നുണ്ട് ഇല്ലേ, ഭാഗികമായിട്ട് ക്രമരഹിതമായിട്ട് അത് ചെതറി പോവുകയാണ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്കാറ്ററിങ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ ടെക്സ്റ്റ് ബുക്കിൽ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതേ നോക്കിയേ, വിച്ച് ടൈപ്പ് ഓഫ് സ്കാറ്ററിംഗ് ഡസ് ലൈറ്റ് അണ്ടർഗോ വെൻ ഇറ്റ് ഫോൾസ് ഓൺ മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾ? സൂക്ഷ്മ കണികകൾ തട്ടി പ്രകാശം ചിതറുന്നത് ഏത് തരത്തിലാണ് ചിതറുന്നത്? റെഗുലർ ആയിട്ടാണോ ഇറഗുലർ ആയിട്ടാണോ? ഇറഗുലർ ആയിട്ടാണ് അല്ലെ, ക്രമരഹിതമായിട്ടാണ് അവിടെ പാർട്ടിക്കിൾസ് ചിതറുന്നത്. അങ്ങനെ ക്രമരഹിതമായിട്ടും കംപ്ലീറ്റ് ആയിട്ടും വരുന്നുണ്ടോ? കംപ്ലീറ്റ് ആയിട്ട് ചിതറി പോകുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പം പാർഷ്യലിയും അതുപോലെ തന്നെ ഇറഗുലർ ആയിട്ടും ഇങ്ങനെ ചെതറി പോകുന്നു. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്കാറ്ററിങ് അല്ലെങ്കിൽ വിസരണം എന്ന് പറയുന്നത്. നോക്കിയേ, ഡെഫിനിഷൻ നോക്കിയേ, സ്കാറ്ററിങ് ഈസ് ദ ഇറഗുലർ ആൻഡ് പാർഷ്യൽ ഡയറക്ഷണൽ വേരിയേഷൻ ഓഫ് ലൈറ്റ് വെൻ ഇറ്റ് എൻകൗണ്ടേഴ്സ് പാർട്ടിക്കിൾസ് ഇൻ എ മീഡിയം. ഇതാണ് മാധ്യമത്തിലെ കണങ്ങളിൽ തട്ടി പ്രകാശത്തിന് സംഭവിക്കുന്ന ക്രമരഹിതവും ഭാഗികവുമായിട്ടുള്ള ദിശാവ്യതിയാനമാണ് സ്കാറ്ററിംഗ് എന്ന് പറയുന്നത്. സ്കാറ്ററിംഗ് ഈസ് ദ ഇറഗുലർ, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ഇറഗുലർ ആൻഡ് പാർഷ്യൽ ഡയറക്ഷണൽ ഡീവിയേഷൻ ഓഫ് ലൈറ്റ്. പാർഷ്യൽ ആയിട്ടാണ് അല്ലേ, കംപ്ലീറ്റ് ആയിട്ട് ഡീവിയേഷൻ സംഭവിക്കുന്നുണ്ടോ? ഇല്ല, പാർഷ്യൽ ആയിട്ട് ഡയറക്ഷണൽ ഡീവിയേഷൻ സംഭവിക്കുന്നുണ്ട് ലൈറ്റിന്. അതെങ്ങനെയാണ്? മീഡിയത്തിലെ പാർട്ടിക്കിൾസിലേക്ക് എൻകൗണ്ടർ ചെയ്യുമ്പോൾ, വന്ന് വീഴുമ്പോൾ. ക്ലിയർ ആയല്ലോ? അപ്പം ദാറ്റ് ഈസ് നോൺ ആസ് എ സ്കാറ്ററിംഗ്. അപ്പൊ ഇറഗുലർ ആൻഡ് പാർഷ്യൽ ഡയറക്ഷണൽ ഡീവിയേഷൻ ഓഫ് ലൈറ്റ് വെൻ ഇറ്റ് എൻകൗണ്ടേഴ്സ് പാർട്ടിക്കിൾസ് ഇൻ എ മീഡിയം, ദാറ്റ് ഈസ് നോൺ ആസ് എ സ്കാറ്ററിംഗ്. ക്ലിയർ ആയല്ലോ? ഇനി നമുക്കറിയാം സൺലൈറ്റിൽ എന്തുണ്ട്? എല്ലാ കളേഴ്സും ഉണ്ട് അല്ലേ, അതായത് വിബ്ജിയോർ ആണ് നമുക്കറിയാം, സൺലൈറ്റിൽ എല്ലാ കളേഴ്സുകളും ഉണ്ട്. അപ്പം ഈ സൺലൈറ്റിലുള്ള ഈ ഘടകവർണ്ണങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതിനെല്ലാത്തിനും ഒരുപോലെ ആയിരിക്കുമോ ഈ സ്കാറ്ററിംഗ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം.
സൺലൈറ്റ് നമുക്കറിയാം ഈ എല്ലാ കളേഴ്സും ഉണ്ട്. അപ്പോൾ അത് വന്ന് വീഴുന്നു, എർത്തിലേക്ക് വന്ന് വീഴുന്നു, അല്ലെങ്കിൽ ഒരു മീഡിയത്തിലേക്ക് വന്ന് വീഴുന്നു. അപ്പോൾ ഈ എല്ലാ കളേഴ്സിനും ഒരുപോലെ ആയിരിക്കുമോ സ്കാറ്ററിങ് സംഭവിക്കുന്നത്? നോക്കാം. ഇവിടെ നോക്കി, ഇവിടെ ഒരു ചിത്രം എന്താണ് കൊടുത്തിരിക്കുന്നത്? ഒരു ബീക്കറാണ് കേട്ടോ. ഇവിടെ ഒരു ബീക്കർ എടുത്തിട്ടുണ്ട്. ആ ബീക്കറിൽ നമ്മൾ വെള്ളം, സാധാരണ രീതിയിലുള്ള വെള്ളമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ബീക്കറിൽ നമ്മൾ സാധാരണ രീതിയിലുള്ള വെള്ളം എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ഒരു സൈഡിൽ കൂടെ, ഗ്ലാസ് ബീക്കറാണ് കേട്ടോ, അതിൻ്റെ ഒരു സൈഡിൽ കൂടെ നമ്മളൊരു ടോർച്ച് ലൈറ്റ് ഈ വെള്ളത്തിലേക്ക് പതിപ്പിക്കുക. എന്നിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലൊരു വൈറ്റ് സ്ക്രീനും നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. മനസ്സിലായല്ലോ? അപ്പൊ ടോർച്ചിൽ നിന്നുള്ള പ്രകാശരശ്മികൾ പാത്രത്തിലെ ജലത്തിലൂടെ കടന്നു പോയിട്ട് ഇവിടെ ഒരു സ്ക്രീൻ വെച്ചിട്ടുണ്ട്. സ്ക്രീനിൽ അവിടെ ലൈറ്റ് കാണാൻ സാധിക്കും. അതായത് നമ്മളിപ്പം ഈ ചിത്രം നോക്കണ്ട, ഇതിന് മുന്നേ നമ്മൾ ആദ്യമേ ചെയ്യുന്നത് ഒരു ബീക്കർ വെച്ചു, വെള്ളം വെച്ചു, ടോർച്ച് ലൈറ്റ് ഇവിടെ വെച്ചു. അപ്പൊ നമുക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നു ഈ ടോർച്ച് ലൈറ്റിന്റെ അതേ കളർ, അതായത് വൈറ്റ് ലൈറ്റ് തന്നെയായിരിക്കും നമ്മൾ ഇവിടെ നമുക്ക് ആദ്യമേ സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നു. നമുക്ക് വീട്ടിലൊക്കെ ചെയ്ത് നോക്കാം. ചുമ്മാ ടോർച്ച് ലൈറ്റ് അടുപ്പിച്ച് കഴിഞ്ഞാൽ, വെള്ളത്തിലേക്ക് കടത്തി വിട്ട് കഴിഞ്ഞാൽ നോർമലി എന്താണ്, ആ വൈറ്റ് ലൈറ്റ് തന്നെയായിരിക്കുമല്ലോ സ്ക്രീനിൽ വരുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് സോഡിയം തയോസൾഫേറ്റ്, അതായത് 1 ലിറ്ററിന് 2 ഗ്രാം എന്നൊരു കണക്കിൽ സോഡിയം തയോസൾഫേറ്റ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നു. മനസ്സിലായല്ലോ? എന്താണ് ആഡ് ചെയ്ത്? സോഡിയം തയോസൾഫേറ്റ് ആഡ് ചെയ്തു. ക്ലിയർ ആയല്ലോ? എന്നിട്ട് അതിലേക്ക് നമ്മൾ എന്താണ് കുറച്ച് 1-2 ഡ്രോപ്സ് ഹൈഡ്രോക്ലോറിക് ആസിഡും കൂടെ ആഡ് ചെയ്തു. ആദ്യമേ നമ്മൾ സോഡിയം തയോസൾഫേറ്റ് ആഡ് ചെയ്തു, അതിനുശേഷം എന്താ ആഡ് ചെയ്തു? അതിലേക്ക് 1-2 തുള്ളി ഹൈഡ്രോക്ലോറിക് ആസിഡ് നമ്മൾ ആഡ് ചെയ്തു. അപ്പോഴാണ് ഇവിടെ കളർ വേരിയേഷൻ ഉണ്ടാകുന്നത്. ഈ ലായനിക്കും അതുപോലെ തന്നെ സ്ക്രീനിലും. നമ്മൾ ആദ്യമേ വൈറ്റ് ലൈറ്റ് അല്ലേ നമ്മളിവിടെ കണ്ടത്. ദെൻ നമ്മൾ സോഡിയം തയോസൾഫേറ്റ് ആഡ് ചെയ്യുമ്പോഴും വൈറ്റ് ലൈറ്റ് തന്നെയായിരിക്കും വരുന്നത് ഇവിടെ കേട്ടോ. അതിലേക്ക് ആ ഹൈഡ്രോക്ലോറിക് ആസിഡ് ആഡ് ചെയ്ത് കഴിയുമ്പോഴാണ് ഈ ലായനിക്കുള്ളിലും വ്യത്യാസം വരും. പച്ചവെള്ളത്തിന്റെ നിറം പ്രത്യേകിച്ച് കളറൊന്നുമില്ല ഇല്ലേ? അപ്പം നമുക്ക് എന്താണ്, ആദ്യമേ വെള്ളം പച്ചവെള്ളത്തിന്റെ രീതിയിൽ തന്നെ ഇരിക്കും. അത് കഴിഞ്ഞതിന് ശേഷം ആദ്യമേ നമുക്ക് ഇവിടെ എന്താണ് ഈ ലായനിയിൽ നിറവ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കും. ആദ്യമേ എങ്ങനെയാണ് നിറവ്യത്യാസം കാണുന്നത് വെച്ചാൽ, അപ്പൊ ആദ്യമേ ഈ വെള്ളത്തിന്റെ നിറം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു വയലറ്റ് ബ്ലൂ കളർന്നൊരു കളറായിരിക്കും നമുക്ക് കാണാൻ സാധിക്കും. അപ്പം ഇവിടുത്തെ സ്ക്രീനിൽ നമുക്ക് ഏകദേശം യെല്ലോ ഓറഞ്ച് പോലെയുള്ള, ആദ്യമേ നമുക്ക് വൈറ്റ് അല്ലേ, വൈറ്റ് ലൈറ്റ് അല്ലേ ഇവിടെ വന്ന് വീഴുന്നത്. അതിനുശേഷം നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു യെല്ലോ ഓറഞ്ച് ഷെയ്ഡിലുള്ള ഒരു കളർ കാണാൻ സാധിക്കും. കുറേ സമയം കൂടെ വെച്ച് കഴിയുമ്പോൾ, മനസ്സിലാവുന്നുണ്ടോ? കുറേ സമയം കൂടെ വെച്ച് കഴിയുമ്പോൾ ഈ വെള്ളത്തിന്റെ നിറം കംപ്ലീറ്റ് ആയിട്ട് ഒരു വയലറ്റ് ബ്ലൂ അങ്ങനെയുള്ള കളറിലേക്ക് മാറുകയും ദെൻ അവസാനം ഇവിടെ നമുക്ക് ഈ റെഡ് ഇവിടെ നമുക്ക് ഈ സ്ക്രീനിൽ ഇതുപോലെ കാണാൻ സാധിക്കും. മനസ്സിലായോ? എക്സ്പെരിമെന്റ് മനസ്സിലായോ? നമ്മളൊരു ബീക്കർ എടുത്തു, അതിൽ സാധാരണ വെള്ളം വെച്ചു, ടോർച്ച് ലൈറ്റ് അടിച്ചു. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് വൈറ്റ് ലൈറ്റ് തന്നെ ആയിരിക്കും. ദെൻ അതിലേക്ക് സോഡിയം തയോസൾഫേറ്റ് ആഡ് ചെയ്തു. ദെൻ അന്നേരം ഇതുപോലെ തന്നെ വലിയ വ്യത്യാസമൊന്നുമില്ല. ദെൻ അതിലേക്ക് നമ്മൾ HCl, ഹൈഡ്രോക്ലോറിക് ആസിഡ്, HCl ആഡ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഇതിന്റെ വെള്ളത്തിന്റെ നിറം മാറാൻ തുടങ്ങും. അപ്പോൾ അതിനനുസരിച്ചിട്ട് സ്ക്രീനിലും നിറവ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കും. വൈറ്റ് ലൈറ്റ് ആയിരുന്നു, അതൊരു യെല്ലോ ഓറഞ്ച് ഷെയ്ഡ് പോലത്തെ നമുക്ക് കാണാൻ സാധിക്കും. കുറേ സമയം കൂടെ കഴിഞ്ഞ് കഴിയുമ്പോൾ എന്താണ്, സ്ക്രീനിൽ റെഡ് ലൈറ്റ് അവിടെ നമുക്ക് കാണാൻ സാധിക്കും. ക്ലിയർ ആയല്ലോ? അപ്പൊ എന്തായിരിക്കാം അതിന് കാരണം? ഇവിടുത്തെ കാരണം എന്ന് പറഞ്ഞിരിക്കുന്നത്, നമ്മൾ സോഡിയം തയോസൾഫേറ്റ് ആഡ് ചെയ്തു. സോഡിയം തയോസൾഫേറ്റും അതുപോലെ തന്നെ HCl-ഉം കൂടെ എന്ത് ചെയ്യും? റിയാക്ട് ചെയ്യും. കെമിക്കൽ റിയാക്ഷൻ നടക്കും. കെമിക്കൽ റിയാക്ഷൻ നടന്നിട്ട് അവിടെ ഒരു കൊളോയിഡൽ സൊല്യൂഷൻ ഉണ്ടാവും. കൊളോയിഡൽ സൊല്യൂഷൻ സൾഫറിന്റെ കൊളോയിഡൽ സൊല്യൂഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഈ ചെളിവെള്ളമൊക്കെ ഇല്ലേ, ചെളിവെള്ളം ഈ നമ്മൾ മിക്സ് ചെയ്ത്, അല്ലെങ്കിൽ പാലൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കൊളോയിഡൽ സൊല്യൂഷൻ ആണ് കേട്ടോ. അതായത് നമ്മൾ എന്തെങ്കിലും സാധനം ഇട്ട് കഴിയുമ്പോൾ അത് മിക്സ് ആവും. അതിൻ്റെ അകത്ത് മിക്സ് ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് അലിഞ്ഞ് കഴിയുമല്ലോ, ഒരു കൊഴുത്ത് രൂപത്തിലിരിക്കുമല്ലോ. അപ്പം അങ്ങനെയുള്ളതിനാണ് നമ്മൾ കൊളോയിഡൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താണ്, ഈ സോഡിയം തയോസൾഫേറ്റും HCl-ഉം കൂടെ ആഡ് ചെയ്തപ്പോൾ അവിടെ നമുക്കൊരു കൊളോയിഡൽ സൊല്യൂഷൻ കിട്ടും. ആ കൊളോയിഡൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ ഇവിടെ ഒരു പ്രസിപ്പിറ്റേറ്റ്, ഒരു അവശിപ്തം ഉണ്ടാവും. ആ അവശിപ്തം എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? സൾഫറാണ്. സൾഫർ പാർട്ടിക്കിൾസ്, സൾഫർ കണങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കാണാം. കുറച്ച് സമയം കഴിയുമ്പോൾ സൾഫറിന്റെ പാർട്ടിക്കിൾസ് ഈ ലിക്വിഡിന്റെ ഉള്ളിൽ കാണും. മനസ്സിലായി? അപ്പൊ കുറെ വെച്ച് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഈ സൾഫർ പാർട്ടിക്കിൾസിന്റെ വലിപ്പം ഇങ്ങനെ കൂടും. ആദ്യമേ ചെറുതായിരുന്നു, കുറെ സമയം വെച്ച് കഴിയുമ്പോൾ ഈ സൾഫർ പാർട്ടിക്കിൾസിന്റെ വലിപ്പം കൂടും. അപ്പൊ ഈ വലിപ്പം കൂടുന്നതനുസരിച്ചിട്ട് ഇവിടെ എന്താണ്, ഇവിടുത്തെ സ്കാറ്ററിങ്ങിനും വ്യത്യാസം വരും. എന്നിട്ട് അവസാനം വലിപ്പം കൂടുന്നതനുസരിച്ചിട്ട് അവസാനം ഇവിടെ റെഡ് കളറായിരിക്കും കാണുന്നത്. ക്ലിയർ ആയാ പറഞ്ഞത്? അപ്പം അങ്ങനെ ഈ റെഡ് കളർ വരാൻ കാരണം എന്താണ്? ഈ വൈറ്റ് ലൈറ്റ് ആണ്. വൈറ്റ് ലൈറ്റിൽ എന്തുണ്ട്? വിബ്ജിയോറിലെ എല്ലാ കളറും ഇല്ലേ? വൈറ്റ് ലൈറ്റിൽ വിബ്ജിയോർ എല്ലാ കളറും ഉണ്ട്. അപ്പൊ സൾഫർ പാർട്ടിക്കിൾസ് തട്ടി എന്ത് സംഭവിക്കും? ആദ്യമേ ചെറിയ സൾഫർ പാർട്ടിക്കിൾസ്, ഈ സൾഫർ പാർട്ടിക്കിൾസ് തട്ടി ഇവിടെ വേവ് ലെന്ത് കുറഞ്ഞ ഏതൊക്കെയാണ്? വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഇതിനൊക്കെയല്ലേ വേവ് ലെന്ത് കുറഞ്ഞത്?
മനസ്സിലാവുന്നുണ്ടോ? വേവ് ലെങ്ത് ലാംഡ കുറഞ്ഞത് വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂവിനൊക്കെയാണ്. അപ്പൊ അതെന്ത് സംഭവിക്കും? അതിവിടെ സ്കാറ്റർ ചെയ്യും. വേവ് ലെങ്ത് കുറഞ്ഞ വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ ഒക്കെ ഇവിടെ സ്കാറ്റർ ചെയ്യും, ചെറിയ ചെറിയ പാർട്ടിക്കിൾസിൽ തട്ടി. അതുകൊണ്ടാണ് ഇവിടെ എന്താണ് ഈ ജലത്തിന് എന്താണ് ഒരു നീല നിറം നമുക്ക് ഫീൽ ചെയ്യുന്നത്. വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ കൂടെ ചേർന്ന് നീല നിറം അവിടെ കാണപ്പെടുന്നു. അപ്പൊ ആ സമയം ഇവിടെ നമുക്ക് സ്ക്രീനിൽ ബാക്കി കളേഴ്സുകളെല്ലാം എന്താണ് അധികം വിസരണം ഒന്നും സംഭവിക്കാതെ യെല്ലോ, ഓറഞ്ച്, റെഡ് എല്ലാം കൂടെ ചേർന്ന് ഒരു കമ്പൈൻഡ് എഫക്റ്റ് ആയിരിക്കും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കുറെ സമയം കൂടെ കഴിഞ്ഞ് കഴിയുമ്പോൾ എന്താണ് ഈ പാർട്ടിക്കിൾസിന്റെ വലിപ്പം അങ്ങ് കൂടും. ആവശ്യത്വം ഒരുപാടുണ്ട്. അപ്പൊ പാർട്ടിക്കിൾസിന് വലിപ്പം കൂടും. അപ്പൊ എന്ത് സംഭവിക്കും? ഇത് വന്ന് തട്ടുന്നുണ്ട്. അപ്പൊ വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ ഒക്കെ ഓൾറെഡി എന്ത് സംഭവിച്ചു? അത് സ്കാറ്റർ ചെയ്ത് കഴിഞ്ഞു. കുറച്ച് സമയം കൂടെ കഴിഞ്ഞ് കഴിയുമ്പോൾ ബാക്കിയുള്ള യെല്ലോ, ഓറഞ്ച്, ഗ്രീൻ ഇതിനും എന്ത് സംഭവിക്കും? സ്കാറ്ററിങ് സംഭവിക്കും. അതായത് പാർട്ടിക്കിൾസിന്റെ കണം കൂടുന്നതനുസരിച്ചിട്ട് സ്കാറ്ററിങ്ങിന്റെ റേറ്റും കൂടും. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പം കുറെ നേരം വെച്ച് കഴിയുമ്പോൾ ഇതിനെല്ലാം ഈ വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ എല്ലാം ഓൾറെഡി സ്കാറ്റർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ യെല്ലോയും ഓറഞ്ചും ഒക്കെ സ്കാറ്റർ ചെയ്ത് കഴിയും. പിന്നെ റെഡിന്റെ പ്രത്യേകത എന്താണ്? റെഡിന് വേവ് ലെങ്ത് കൂടുതലല്ലേ? റെഡിന് വേവ് ലെങ്ത് കൂടുതലാണ്. അതുകൊണ്ട് എങ്ങനെയാണ് സ്കാറ്ററിങ്ങിന്റെ റേറ്റ് അവിടെ കുറവായിരിക്കും. അധികം വിസരണം അല്ലെങ്കിൽ സ്കാറ്റർ അവിടെ ചെയ്യൂല. തട്ടി ചെതറി പോവുകയല്ലേ വേവ് ലെങ്ത് കൂടുതലായത്. വേവ് ലെങ്ത് കൂടുതൽ ദൂരെ അതിന് സഞ്ചരിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട് റെഡിന്. മനസ്സിലാകുന്നുണ്ടോ? അപ്പം എന്ത് സംഭവിക്കും? ഇവിടെ അധികം സ്കാറ്ററിങ് ഒന്നും സംഭവിക്കാത്ത റെഡ് ആയിരിക്കും. പിന്നെ അവസാനം ഇവിടെ നമുക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നത്. മനസ്സിലായോ? ക്ലിയർ ആയോ പറഞ്ഞത്? അപ്പം ഈ സൾഫർ പാർട്ടിക്കിൾസിന്റെ സൈസ് കൂടുന്നു ഇല്ലേ? സൾഫർ പാർട്ടിക്കിൾസിന്റെ സൈസ് കൂടുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? കൂടുന്നതനുസരിച്ചിട്ട് സ്കാറ്ററിങ്ങിന്റെ റേറ്റും അവിടെ കൂടുന്നുണ്ട് അല്ലെ? സ്കാറ്ററിങ് അല്ലെങ്കിൽ എന്താണ് വിസരണത്തിന്റെ റേറ്റും അവിടെ കൂടുവാണ്. സൈസ് പാർട്ടിക്കിൾസിന്റെ സൈസ് കൂടുമ്പോൾ അപ്പൊ എന്ത് സംഭവിക്കും? വേവ് ലെങ്ത് കുറഞ്ഞതിന് എന്താണ് മാക്സിമം സ്കാറ്ററിങ് അല്ലെങ്കിൽ വേവ് ലെങ്ത് കുറഞ്ഞതിന് സ്കാറ്ററിങ് അവിടെ കൂടും. വേവ് ലെങ്ത് കുറഞ്ഞ ഏതൊക്കെയാണ്? വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ ഇതിനൊക്കെ എങ്ങനെയാണ് സ്കാറ്ററിങ് കൂടും. വേവ് ലെങ്ത് കൂടിയതൊക്കെ റെഡ് ഒക്കെ അല്ലേ? അവിടെ എങ്ങനെയായിരിക്കും? അതിന് സ്കാറ്ററിങ് എങ്ങനെയായിരിക്കും? കുറവായിരിക്കും. ക്ലിയർ ആയല്ലോ? അപ്പൊ അതുകൊണ്ട് അവസാനം റെഡ് കളർ ആയിരിക്കും അവിടെ കാണാൻ സാധിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ പാർട്ടിക്കിൾസിന്റെ സൈസും സ്കാറ്ററിങ്ങും തമ്മിൽ റിലേഷൻ ഉണ്ട്. പാർട്ടിക്കിൾസിന്റെ സൈസ് കൂടുവാണെങ്കിൽ സ്കാറ്ററിങ്ങിന്റെ എന്താണ് റേറ്റും അവിടെ കൂടും. വേവ് ലെങ്ത് കുറവുള്ള പാർട്ടിക്കിൾസിന് എന്താണ് സ്കാറ്ററിങ്ങിന്റെ റേറ്റ് അവിടെ കൂടുതലാണ്. വേവ് ലെങ്ത് കൂടുതൽ എങ്ങനെയാണ്? സ്കാറ്ററിങ്ങിന്റെ റേറ്റ് അവിടെ കുറവാണ്. അതുകൊണ്ട് വേവ് ലെങ്ത് കൂടിയത് സ്കാറ്റർ ചെയ്യാതെ നേരെ വന്ന് സ്ക്രീനിൽ വീഴും. മനസ്സിലായല്ലോ? ടെക്സ്റ്റ് ബുക്കിൽ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വിച്ച് കളർ സ്പ്രെഡ് ഫസ്റ്റ് ഇൻ ദ സൊല്യൂഷൻ അല്ലേ? അപ്പം സോഡിയം തയോസൾഫേറ്റ്, HCl ഒക്കെ ആഡ് ചെയ്ത് അപ്പൊ ഏതായിരിക്കും ഇവിടെ സ്പ്രെഡ് ചെയ്യുന്നത്? വയലറ്റ്, ഇൻഡിഗോ അല്ലെ? വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ. അതായത് വേവ് ലെങ്ത് കുറവായിട്ടുള്ള വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ ഒക്കെ ആയിരിക്കും ഇവിടെ ആദ്യമേ സ്പ്രെഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിനൊരു നീല നിറം കാണുന്നത്. മനസ്സിലായല്ലോ? റൈറ്റ് ഡൗൺ ഇൻ ഓർഡർ ദ കളർ ചേഞ്ചസ് സീൻ ഓൺ ദ സ്ക്രീൻ. സ്ക്രീനിൽ കണ്ട വർണ്ണമാറ്റം ക്രമമായിട്ട് എഴുതാനാണ് കണ്ടത്. ആദ്യമേ നമുക്കറിയാം വൈറ്റ് ലൈറ്റ് ഇല്ല, സ്ക്രീനിൽ ആദ്യമേ വൈറ്റ് ലൈറ്റ് ആണ് വന്നത് ഇല്ലേ? വൈറ്റ് ലൈറ്റ് വന്നു. പിന്നെന്താ എങ്ങനെയായിരിക്കും വരുന്നത്? പിന്നെ ഒരു ഓറഞ്ച് റെഡ് ഇല്ലേ? ഓറഞ്ച് റെഡ് വരും. ദെൻ പിന്നെന്താണ് യെല്ലോ പോലത്തെ ഒരു ഓറഞ്ച് റെഡ് യെല്ലോ ഒക്കെ ആയിരിക്കും വരുന്നത്. പിന്നെ അവസാനം ഏതായിരിക്കും വരുന്നത്? റെഡ് കളർ ആയിരിക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ക്ലിയർ ആയല്ലോ? വിച്ച് ഈസ് ദ ലാസ്റ്റ് കളർ ടു അപ്പിയർ ഓൺ ദ സ്ക്രീൻ. സ്ക്രീനിൽ കാണപ്പെടുന്ന ലാസ്റ്റ് കളർ ഏതായിരിക്കും? റെഡ് ആയിരിക്കും. വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ ഒക്കെ ഇവിടെ സ്കാറ്റർ ചെയ്ത് പോയി. പിന്നെ യെല്ലോയും ഓറഞ്ചും ഇല്ലേ? യെല്ലോ ഓറഞ്ച് കേട്ടോ. യെല്ലോ ഓറഞ്ച് ഒക്കെ അവിടെ വരും. അതിന് അവസാനം എന്താണ് വരുന്നത്? റെഡ് ആണ് വരുന്നത് കേട്ടോ. യെല്ലോ ഓറഞ്ച് അതും വരാം കേട്ടോ. യെല്ലോ ഓറഞ്ച് വരാം. അവസാനം ഏതായിരിക്കും കാണപ്പെടുന്നത്? റെഡ് ആയിരിക്കും കാണപ്പെടുന്നത്. മനസ്സിലായില്ലേ? റീസൺ എന്താ നോക്കിയാൽ വെൻ സോഡിയം തയോസൾഫേറ്റ് ആൻഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് റിയാക്ട് കൊളോയിഡൽ സൾഫർ ഈസ് പ്രസിപ്പിറ്റേറ്റഡ് ദ സൈസ് ഓഫ് ദ പാർട്ടിക്കിൾ ഗ്രാജുവലി ഇൻക്രീസസ്. സോഡിയം തയോസൾഫേറ്റും ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ കൊളോയിഡൽ സൾഫർ അവശിക്തപ്പെടുന്നു. ക്രമേണ കണങ്ങളുടെ വലിപ്പം കൂടുന്നു അല്ലേ? ക്രമേണ കണങ്ങളുടെ വലിപ്പം കൂടുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? വലിപ്പം കൂടുമ്പോൾ സ്കാറ്ററിങ്ങും കൂടും. പ്രത്യേകം ഓർത്തണം കേട്ടോ. സൈസ് ഓഫ് ദ പാർട്ടിക്കിൾ ഇൻക്രീസ് ചെയ്യുവാണെങ്കിൽ എന്ത് സംഭവിക്കും? സ്കാറ്ററിങ് കേട്ടോ. സ്കാറ്ററിങ് അവിടെ എങ്ങനെയാണ് ഇൻക്രീസ്? സ്കാറ്ററിങ് എന്ന് വെച്ചാൽ വിസരണം കേട്ടോ. സ്കാറ്ററിങ് അല്ലെങ്കിൽ വിസരണം എങ്ങനെയാണ് അവിടെ കൂടുവാണ് ചെയ്യുന്നത്. പാർട്ടിക്കിൾസിന്റെ സൈസ് കൂടുന്നതനുസരിച്ചിട്ട് വിസരണം അല്ലെങ്കിൽ സ്കാറ്ററിങ് അവിടെ എങ്ങനെയാണ് കൂടുവാണ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? അങ്ങനെ ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വേവ് ലെങ്തും സ്കാറ്ററിങ്ങും എങ്ങനെ റിലേറ്റ് ചെയ്തിരിക്കും? വേവ് ലെങ്തും സ്കാറ്ററിങ്ങും വേവ് ലെങ്ത് കുറഞ്ഞതിന് എങ്ങനെയായാലും സ്കാറ്ററിങ് എങ്ങനെയാണ്?
സ്കാറ്ററിങ് കൂടുതലായിരിക്കും. അതായത് വിസരണം കൂടുതൽ, തരംഗദൈർഘ്യം കുറഞ്ഞതിന് വിസരണം അവിടെ കൂടുതലായിരിക്കും. മനസ്സിലായല്ലോ? അപ്പോൾ റിലേഷൻ ഉണ്ട് കേട്ടോ, സ്കാറ്ററിങ് ആൻഡ് വേവ് ലെന്ത്. സ്കാറ്ററിങ്ങും വേവ് ലെന്തും തമ്മിൽ നമുക്ക് റിലേറ്റ് ചെയ്യാം. അപ്പൊ എങ്ങനെ റിലേറ്റ് ചെയ്യാന്ന് നോക്കിയേ. വയലറ്റ്, ഇൻഡിഗോ ആൻഡ് ബ്ലൂ കളേഴ്സ് ഇൻ സൺലൈറ്റ് വിച്ച് ഹാവ് ഷോർട്ടർ വേവ് ലെങ്ത്. ഇല്ലേ, വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ അതിനെന്താണ്, ഷോർട്ടർ വേവ് ലെങ്ത് ആണ്. അണ്ടർഗോ മോർ സ്കാറ്ററിങ്. ഇല്ലേ, ഷോർട്ടർ വേവ് ലെങ്ത് എങ്ങനെയാണ്, മോർ സ്കാറ്ററിങ് വെൻ ദൈ എൻകൗണ്ടർ പാർട്ടിക്കിൾസ് ഇൻ ദ അറ്റ്മോസ്ഫിയർ. ഇല്ല, അറ്റ്മോസ്ഫിയറിലെ പാർട്ടിക്കിൾസ് വന്നു കഴിയുമ്പോൾ ഇടിച്ചു വന്നു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും, കൂടുതലായിട്ട് സ്കാറ്റർ ചെയ്യും. ദ സ്കാറ്ററിങ് ഓഫ് റെഡ് ഹാവിങ് എ റിലേറ്റീവ്ലി ലോങ്ങർ വേവ് ലെങ്ത്. ഇല്ലേ, ലോങ്ങർ വേവ് ലെന്ത് ഏതാണ്, റെഡിനാണ്. അതിന് സ്കാറ്ററിങ് എങ്ങനെയാണ്, വെരി ലോ ആണ്. ഹെൻസ് റെഡ് ക്യാൻ ട്രാവൽ എ ലോങ് ഡിസ്റ്റൻസ് ത്രൂ ദ അറ്റ്മോസ്ഫിയർ. അതുകൊണ്ട് അറ്റ്മോസ്ഫിയറിൽ കൂടെ റെഡിന് നമുക്ക് ഒരുപാട് ദൂരം സഞ്ചരിക്കാൻ സാധിക്കുകയാണ്, സ്കാറ്ററിങ്ങിന്റെ റേറ്റ് കുറവായതുകൊണ്ട്. മനസ്സിലായല്ലോ? സൂര്യപ്രകാശത്തിലെ തരംഗദൈർഘ്യം കുറഞ്ഞ വയലറ്റ്, ഇൻഡിഗോ, നീല എന്നീ വർണ്ണങ്ങൾ അന്തരീക്ഷത്തിലെ കണികൾ തട്ടി കൂടുതൽ വിസരണത്തിന് വിധേയമാവുന്നു. മനസ്സിലായല്ലോ? തരംഗദൈർഘ്യം, ഇല്ല, തരംഗദൈർഘ്യം കുറഞ്ഞതിന് എങ്ങനെയാണ്, കൂടുതൽ വിസരണം. അല്ലെ, താരതമ്യേന തരംഗദൈർഘ്യം കൂടിയ ചുവപ്പ് എങ്ങനെയാണ്, വിസരണം വളരെ കുറവായിരിക്കും. അതിനാൽ അന്തരീക്ഷത്തിലൂടെ ചുവപ്പിന് കൂടുതൽ ദൂരം സഞ്ചരിക്കാൻ കഴിയുന്നു. മനസ്സിലായല്ലോ? The extent of scattering and the size of the particles are related to each other. As the size of the particle increases, so does the scattering. The size of the particle is greater than the wavelength of light. The scattering will be the same for all colors. അതായത് വിസരണത്തിന്റെ അളവും കണങ്ങളുടെ വലിപ്പവും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു പറഞ്ഞല്ലേ. സൈസ് കൂടുവാണെന്നുണ്ടെങ്കിൽ അല്ലേ, സൈസ് ഓഫ് പാർട്ടിക്കിൾ, ഞാൻ പല പ്രാവശ്യം പറഞ്ഞു, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകളാണ് കേട്ടോ. സൈസ് ഓഫ് പാർട്ടിക്കിൾസ് കൂടുവാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും, വിസരണവും അവിടെ കൂടും. അതായത് സ്കാറ്ററിങ് അല്ലെങ്കിൽ വിസരണവും അവിടെ കൂടുതലായിരിക്കും. പ്രത്യേകം ഓർത്തണം കേട്ടോ. കണങ്ങളുടെ വലിപ്പം പ്രകാശത്തിന്റെ തരംഗദൈർഘ്യത്തെക്കാൾ കൂടുതലായാൽ എല്ലാ വർണ്ണങ്ങൾക്കും വിസരണം വരും. അതായത് പാർട്ടിക്കിൾസിന്റെ സൈസ് ഉണ്ടല്ലോ, അപ്പം പാർട്ടിക്കിൾസിന്റെ സൈസ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. പാർട്ടിക്കിൾസിന്റെ സൈസ് കൂടിക്കൂടി ഈ ഓരോ ലൈറ്റിനും കളേഴ്സിനും വേവ് ലെങ്ത് ഉണ്ടല്ലോ, അതിനേക്കാളും കൂടുതലാവുകയാണെങ്കിൽ ഒരുപോലെ ആയിരിക്കും വിസരണം സംഭവിക്കുന്നത്. എല്ലാ കളറും ഒരുപോലെ വിസരണം അല്ലെങ്കിൽ സ്കാറ്ററിങ് സംഭവിക്കും. അന്തരീക്ഷത്തിലെ പാർട്ടിക്കിൾസ് ഉണ്ട്, ആ പാർട്ടിക്കിൾസിന്റെ സൈസ് അങ്ങനെയാണ് ഓരോ കളേഴ്സിന്റെ വേവ് ലെങ്തിനേക്കാളും കൂടുതലാവുകയാണെങ്കിൽ, മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞു, കൂടുതലാവുകയാണ് ഒരുപോലെ ആയിരിക്കും വിസരണം സംഭവിക്കുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പൊ സൈസ് ഓഫ് ദ പാർട്ടിക്കിൾസ് ആൻഡ് സ്കാറ്ററിങ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, എങ്ങനെ റിലേറ്റ് ചെയ്തിരിക്കുന്നു. അതുപോലെ വേവ് ലെന്ത് കൂടുവാണെന്നുണ്ടെങ്കിൽ സ്കാറ്ററിങ്, വേവ് ലെന്ത് കൂടുവാണെന്നുണ്ടെങ്കിൽ സ്കാറ്ററിങ് അവിടെ എങ്ങനെയായിരിക്കും, കുറവായിരിക്കും. വേവ് ലെന്ത് കുറവാണെന്നുണ്ടെങ്കിൽ സ്കാറ്ററിങ് എങ്ങനെയായിരിക്കും, അവിടെ കൂടുതലായിരിക്കും. വേവ് ലെന്ത് കൂടുതൽ എന്ന് പറയുമ്പോൾ ഏതാണ്, റെഡ്. റെഡിന് എങ്ങനെയാണ്, സ്കാറ്ററിങ് കുറവാണ്. വേവ് ലെന്ത് കുറഞ്ഞത് ഏതാണ്, വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, അതിനെങ്ങനെയാണ്, സ്കാറ്ററിങ് അവിടെ കൂടുതലാണ്. മനസ്സിലായി? അപ്പം ഈ 2 പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സൈസ് ഓഫ് ദ പാർട്ടിക്കിൾസും അതുപോലെ തന്നെ സ്കാറ്ററിങ്ങും, വേവ് ലെന്ത് ആൻഡ് ദ സ്കാറ്ററിങ് റിലേറ്റ് ചെയ്ത് കൃത്യമായിട്ട് പഠിക്കുക. ക്ലിയർ ആയല്ലോ? അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചല്ലോ എന്തുകൊണ്ടായിരിക്കാം ആകാശത്തിന് നീല നിറം അല്ലേ വരാൻ കാരണം എന്നാ ഇപ്പൊ മനസ്സിലായോ? എന്ത് സംഭവിക്കുന്നേ, അന്തരീക്ഷത്തിലേക്ക് അല്ലേ അന്തരീക്ഷത്തിലുള്ള പാർട്ടിക്കിൾസിലേക്ക് വന്ന് സൺലൈറ്റ് വന്ന് വീഴുന്നുണ്ട്. അപ്പൊ സ്കാറ്ററിങ് നടക്കും അല്ലേ. വയലറ്റ്, വേവ് ലെന്ത് കുറഞ്ഞ വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ ഇതെല്ലാം കൂടെ സ്കാറ്റർ ചെയ്തിട്ട് ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു നിറമാണ് നമുക്ക് സ്കൈയിൽ കാണാൻ സാധിക്കുന്നത്. ശരിയല്ലേ? സ്കൈയിൽ കാണാൻ സാധിക്കുന്നത് എങ്ങനെയാണ്, ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ട് ആകാശ നീല എന്ന് പറഞ്ഞാൽ വയലറ്റും അല്ല, ഇൻഡിഗോയും അല്ല, ഒരു ബ്ലൂ അല്ല, ഇതെല്ലാം എല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു കളറാണ് ഈ ആകാശ നീല എന്ന് പറയുന്നത്. അന്തരീക്ഷത്തിലൂടെ കടന്നു വരുമ്പോൾ പ്രകാശം വിസരണത്തിന് വിധേയമാവും. അപ്പം ഏറ്റവും കൂടുതൽ വിസരണം സംഭവിക്കുന്ന ഏത് വർണ്ണത്തിനാണ്, അതാ കണ്ടില്ലേ, എല്ലാ കളേഴ്സും വന്ന് വീഴുന്നുണ്ട്. അപ്പം ഏറ്റവും കൂടുതൽ വിസരണം സംഭവിക്കുന്ന ഏതിനാണ്, വയലറ്റ്, ഇൻഡിഗോ അല്ലേ, വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ ഇതിനൊക്കെയാണ് കൂടുതൽ വിസരണം സംഭവിക്കുന്നത്. വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂവിനൊക്കെ വിസരണം സംഭവിക്കും. അപ്പോൾ അന്തരീക്ഷത്തിൽ വ്യാപിക്കുന്ന പ്രകാശവർണ്ണം ഏതായിരിക്കും, ഒരു എല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു കളർ, ബ്ലൂ കളർ കേട്ടോ. എല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു കളർ എന്ന് പറയുന്നത് ഒരു ബ്ലൂ കളറിലായിരിക്കും, അല്ലെങ്കിൽ സ്കൈ ബ്ലൂ എന്നൊക്കെ നമ്മൾ പറയുന്ന ആ കളറിലായിരിക്കും നമുക്ക് ആകാശം കാണാൻ സാധിക്കുന്നത്. മാക്സിമം സ്കാറ്ററിങ് സംഭവിക്കുന്നത് വയലറ്റ്, ഇൻഡിഗോ അല്ലേ, വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ. മനസ്സിലായല്ലോ? അപ്പൊ നമുക്ക് കാണാൻ സാധിക്കുന്നത് വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂവിനാണ് കൂടുതൽ വിസരണം സംഭവിക്കുന്നത് അല്ലെ, അല്ലെങ്കിൽ സ്കാറ്ററിങ് സംഭവിക്കുന്നത്. അപ്പൊ നമ്മളിലേക്ക് ഇതിന്റെ എല്ലാത്തിനും കൂടെ ഒരു വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ ഉണ്ടല്ലോ, ഇതിന്റെ എല്ലാത്തിൻ്റെയും കൂടെ ഒരു എഫക്റ്റ് ആയിട്ടുള്ള കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു എഫക്റ്റ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ അത് ഏകദേശം ഒരു നീല നിറത്തിൽ അല്ലെ, ആകാശം ഒരു നീല നിറത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു.
അപ്പോൾ നോക്കുക, ബ്ലൂ കളർ ഓഫ് ദ സ്കൈ, അതിന് കാരണം എന്താണ്? സ്കാറ്ററിങ് ആണ്. സ്കാറ്ററിങ് ആണ്. റീസൺ മനസ്സിലായല്ലോ? ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്, കൃത്യമായിട്ട് മനസ്സിലാക്കുക കേട്ടോ. നോക്കിയേ, വെൻ സൺലൈറ്റ് ട്രാവൽസ് ത്രൂ ദ അറ്റ്മോസ്ഫിയർ ടു റീച്ച് ദ എർത്ത്, അല്ലേ, സം ഓഫ് ഇറ്റ്സ് കമ്പോണൻസ് അണ്ടർഗോ സ്കാറ്ററിങ് ആസ് ഇറ്റ് പാസസ് ത്രൂ ദ എയർ. Scattering occurs most of colors with shorter wavelengths such as violet, indigo and blue. The scattered light spreads in the sky. The resultant scattered light that reaches the observer's eye gives the effect of the blue color. So the sky appears blue. Important ആണ് കേട്ടോ. എന്തുകൊണ്ടാണ് സ്കൈ നീല നിറത്തിൽ കാണാൻ കാരണം? ചോദിക്കാം കേട്ടോ. ചോദിക്കാന്നല്ല, മിക്കപ്പോഴും ഈ തരത്തിലുള്ള ഈ ഒരു സെക്ഷനിലെ ക്വസ്റ്റ്യൻസ് ഒരുപാട് ചോദിക്കുന്നതാണ് കേട്ടോ. നോക്കിയേ, സൂര്യപ്രകാശം അന്തരീക്ഷവായുവിലൂടെ സഞ്ചരിച്ചാണ് ഭൂമിയിൽ എത്തുന്നത്. അപ്പോൾ പ്രകാശത്തിന്റെ ഒരു ഭാഗം വിസരണത്തിന് വിധേയമാവുന്നു. വിസരണം ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നതിനാണ് തരംഗദൈർഘ്യം കുറഞ്ഞ വയലറ്റ്, ഇൻഡിഗോ, നീല, അല്ലെ, അതിനൊക്കെയാണ്. ഈ വിസരിത പ്രകാശമാണ് ആകാശത്ത് വ്യാപിക്കുന്നത്. നിരീക്ഷകന്റെ കണ്ണിലെത്തുന്ന പരിണിത വിസരിത പ്രകാശം നീലവർണ്ണത്തിന് ഫലം നൽകുന്നുണ്ട്. ആകാശം നീല നിറത്തിൽ കാണാം. മനസ്സിലായല്ലോ? നമ്മൾ ഇതൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ്, നമുക്ക് ഡെയിലി ലൈഫിൽ കാണുന്ന കാര്യങ്ങളാണ്, വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു പ്രാധാന്യത്തോടെ മനസ്സിലാക്കി തന്നെ പഠിക്കും. ഇപ്പൊ ആകാശം കാണുമ്പോൾ ആകാശത്തിന്റെ നീല നിറത്തിന്റെ കാരണം നമുക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാമല്ലോ. കുട്ടികളൊക്കെ ചോദിക്കുവാണെങ്കിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുമല്ലോ എന്തുകൊണ്ടാണെന്നുള്ളത്. അപ്പൊ ആ ഒരു രീതിയിൽ നിങ്ങൾ പഠിക്കുക. മനസ്സിലായല്ലോ? ഇനി ഈ സ്കാറ്ററിങ് നമ്മൾ ബ്ലൂ കളറിന് കണ്ടു, സ്കൈയുടെ ഒരു എക്സാമ്പിൾ കണ്ടു. ഇനി വേറെ സിറ്റുവേഷൻസിലൊക്കെ സംഭവിക്കുന്നുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. എന്താ ഇത് കണ്ടല്ലോ, ഈ ഒരു ചിത്രം നോക്കിയേ. ഈ ചിത്രം ഇത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ എന്താണ്, രാവിലെയൊക്കെ സൂര്യപ്രകാശം നമ്മുടെ വീടിന്റെ ജനലിൽ കൂടെ ഒക്കെ ജനലിൽ കൂടെ അകത്തേക്ക് വരുമ്പോൾ അവിടെ ഒരു പാത്ത് നമുക്ക് കാണാൻ സാധിക്കും. ആ സൺലൈറ്റിന്റെ ഒരു പാത്ത് കാണാൻ സാധിക്കല്ലേ? മനസ്സിലാവുന്നുണ്ടോ? ഇതും എന്താണ്, ഇതും ഈ സ്കാറ്ററിങ്ങിന് ഒരു എക്സാമ്പിൾ ആണ്. അതിന് പറയുന്ന പേരാണ് ടിൻഡൽ എഫക്റ്റ് എന്നാണ് പറയുന്നത്. ടിൻഡൽ എഫക്റ്റ്. രാവിലെയൊക്കെ അല്ലേ സൂര്യപ്രകാശം നമ്മുടെ ജനലിൽ കൂടെയൊക്കെ വന്ന് വീഴുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. ആ സൺലൈറ്റ് പോകുന്നതിൻ്റെ ആ പാത്ത് നമുക്ക് കാണാൻ സാധിക്കും. അത് സ്കാറ്ററിങ് കാരണമാണ്. ആ ഒരു ഫിനോമിന പറയുന്ന പേരാണ് ടിൻഡൽ പ്രഭാവം അല്ലെങ്കിൽ ടിൻഡൽ എഫക്റ്റ് എന്ന് പറയും. കണ്ടില്ലേ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നുണ്ടോ? എന്നാണ് ഒരു ടോർച്ചിൽ നിന്നുള്ള പ്രകാശത്തെ ഒരു ബീക്കറിലെ, ഇതിൽ ഒരു ചോക്കുപൊടിയാണ് കേട്ടോ. ഈ ഒരു ബീക്കർ എടുത്തിരിക്കുകയാണ്. അത് നമ്മൾ ചോക്കുപൊടി കലർത്തി. നമുക്കറിയാം ചോക്കുപൊടി എന്ന് പറഞ്ഞാൽ മിക്സ് ആവുമോ? ഇല്ല, ചോക്കുപൊടി അവിടെ മിക്സ് ആകുന്നില്ല. അതിനകത്ത് പാർട്ടിക്കിൾസ് അവിടെ കാണും, ഇല്ലേ? അപ്പോൾ കടത്തി വിടുമ്പോൾ എന്ത് സാധിക്കും? ആ പ്രകാശത്തിന്റെ പാത, ഇല്ലേ, ഇത് കണ്ടല്ലേ പ്രകാശത്തിന്റെ പാത നമുക്ക് റിഫ്രാക്ഷൻ നടക്കുന്നുണ്ട്, അപ്പോൾ തന്നെ സംഭവിക്കും. അതുപോലെ എന്താണ്, ആ പ്രകാശത്തിന്റെ പാത കണ്ടാൽ നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കും, അല്ലേ? എന്താണ് ഈ ചോക്കുപൊടി കലർന്ന വെള്ളം എന്ന് പറയുമ്പോൾ അതെന്താണ്? സസ്പെൻഷനാണ്, ഇല്ലേ? നമ്മൾ കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുള്ളല്ലേ, കഴിഞ്ഞ വർഷം കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുള്ള സസ്പെൻഷനും കൊളോയിഡും ഒക്കെ എന്താന്ന്. ഇപ്പൊ ചോക്കുപൊടി കലർന്നതെന്ന് പറഞ്ഞാൽ സസ്പെൻഷനാണ്. ചോക്കുപൊടി അടിഭാഗത്ത് ഉണ്ടാവുമല്ലോ, അപ്പം സസ്പെൻഷനാണ്. അപ്പോൾ ഒരു സസ്പെൻഷനിലൂടെ പ്രകാശം കടന്നു പോകുമ്പോൾ എന്താണ്, അവിടെ വിസരണം സംഭവിക്കുന്നുണ്ട്, അല്ലേ? അപ്പൊ ആ വിസരണം സംഭവിക്കുന്നത് കൊണ്ടാണ് ഇവിടെ നമുക്ക് ഈ പാത അല്ലെങ്കിൽ ആ പാത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതേ കാര്യം തന്നെയാണ് ഇത് കണ്ടല്ലേ, സൺലൈറ്റ്. പ്രത്യേകിച്ച് നമുക്കിത് കൂടുതലായിട്ട് കാണാൻ സാധിക്കും ഈ മഞ്ഞുകാലത്തൊക്കെയാണ്, അല്ലേ? മരങ്ങൾക്കിടയിലൂടെ സൺലൈറ്റ് വന്നു പോകുമ്പോൾ നമുക്ക് ആ പാത്ത് കാണാൻ സാധിക്കും, അല്ലേ? അതെന്താണ്? അത് ഈ സ്കാറ്ററിങ്ങിന് എക്സാമ്പിൾ ആണ്. അപ്പോൾ ഒരു കൊളോയിഡ് അല്ലെങ്കിൽ ചോക്കുപൊടി എന്ന് വെച്ചാൽ സസ്പെൻഷനാണ്. അപ്പം അല്ലെങ്കിൽ ഒരു കൊളോയിഡ് ആണെങ്കിലും മതി. കൊളോയിഡിലൂടെയോ അല്ലെങ്കിൽ എന്താണ് സസ്പെൻഷനിലൂടെ പ്രകാശരശ്മികൾ കടന്നു പോകുമ്പോൾ, കൊളോയിഡ് നമ്മൾ കണ്ടല്ലോ, നമ്മൾ സൾഫറിന്റെ പ്രസിപ്പിറ്റേറ്റ് എന്ന് വെച്ചാൽ കൊളോയിഡ് സൊല്യൂഷൻ ആണല്ലോ. അപ്പം ആ കൊളോയിഡിലൂടെ അല്ലെങ്കിൽ എന്താണ് ഈ സസ്പെൻഷനിലൂടെ പ്രകാശം കടന്നു പോകുമ്പോൾ അവയ്ക്ക് എന്താണ് വിസരണം സംഭവിക്കുന്നുണ്ട്. വിസരണം മൂലം വളരെ ചെറിയ കണികൾ, ഇവിടെ ചെറിയ ചെറിയ കണികളുണ്ടല്ലോ, വിസരണം മൂലം ആ ചെറിയ കണികൾ അവിടെ എന്താണ് പ്രകാശിതമായി കാണുവാണ് ചെയ്യുന്നത്. നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. അവിടെ ചെറിയ ചെറിയ പാർട്ടിക്കിൾസിൽ തപ്പി അവിടെ വിസരണം സംഭവിക്കുന്നുണ്ട്, തട്ടിയേച്ച്. അപ്പം ആ പ്രകാശത്തിന്റെ പാത നമുക്കവിടെ ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കും. ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് ടിൻഡൽ പ്രഭാവം അല്ലെങ്കിൽ ടിൻഡൽ എഫക്റ്റ്. അപ്പം ഇവിടെ എന്താണ്, ആ കണികളുടെ വലിപ്പത്തിനനുസരിച്ചിട്ടാണ്. കണികളുടെ വലിപ്പം കൂടുകയാണെന്നുണ്ടെങ്കിൽ വിസരണം അല്ലെങ്കിൽ സ്കാറ്ററിങ്ങിന്റെ റേറ്റും അവിടെ കൂടും. ക്ലിയർ ആയല്ലോ? ഇതാ നോക്കിയേ, ഡോണ്ട് യു നോ ദാറ്റ് വാട്ടർ മിക്സ്ഡ് വിത്ത് ചോക്ക് പൗഡർ, അല്ലേ? വാട്ടർ മിക്സ്ഡ് വിത്ത് ചോക്ക് പൗഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? സസ്പെൻഷൻ ആണ്, അല്ലേ? ദ പാത്ത് ഓഫ് ലൈറ്റ് ക്യാൻ ബി ക്ലിയർഡ് സീൻ ഡ്യൂ ടു ദ സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ് വെൻ ഇറ്റ് പാസസ് ത്രൂ സസ്പെൻഷൻ. ചോക്കുപൊടി കലർന്ന ജലം എന്താണ്? സസ്പെൻഷൻ ആണ്. സസ്പെൻഷനിലൂടെ പ്രകാശം കടന്നു പോകുമ്പോഴുള്ള വിസരണം കാരണം പ്രകാശപാത നമുക്ക് വ്യക്തമായി കാണാൻ കഴിയുന്നു. അതുപോലെ തന്നെയാണ് മഞ്ഞുകാലത്ത്, അല്ലേ? വിന്റർ പാത്ത് ഓഫ് ലൈറ്റ് ത്രൂ ദ
ഗ്യാപ്സ് ഓഫ് ദ ബ്രാഞ്ചസ് ഓഫ് ട്രീസ് ക്യാൻ ബി സീൻ ക്ലിയർലി ഡ്യൂ ടു സ്കാറ്ററിങ്. മഞ്ഞുകാലത്തൊക്കെ ശിഖരങ്ങളുടെ ഇടയിലൂടെ കടന്നു വരുന്ന പ്രകാശപാത വ്യക്തമായി കാണാൻ കഴിയുന്നു വിസരണം മൂലമാണ്. വിസരണത്തിന് എക്സാമ്പിൾ ആണ് ഏതെന്ന് പറയുന്നത് ടിൻഡൽ എഫക്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പം കൊളോയിഡിലൂടെ നടക്കുന്നുണ്ട്, സസ്പെൻഷനിലൂടെയും എന്തുണ്ടാവുന്നുണ്ട്, വിസരണം അല്ലെങ്കിൽ സ്കാറ്ററിങ് സംഭവിക്കുന്നുണ്ട്. ക്ലിയർ ആയല്ലോ? അപ്പൊ എന്താണ് ടിൻഡൽ എഫക്റ്റ് എന്ന് നമുക്ക് നോക്കാം. ഇത് നോക്കിയേ, when light rays pass through a colloidal liquid or suspension, they get scattered, causing tiny particles to become illuminated. ശരിയല്ലേ? making the path of light visible. This phenomenon is known as Tyndall effect. ഒരു കൊളോയിഡൽ ദ്രവത്തിലൂടെയോ നമ്മൾ കണ്ടു ഇല്ലേ, സസ്പെൻഷനിലൂടെയോ പ്രകാശകിരണങ്ങൾ കടന്നു പോകുമ്പോൾ അവയ്ക്ക് സംഭവിക്കുന്ന വിസരണം മൂലം ഇല്ലേ, വിസരണം മൂലം എന്താണ്, വളരെ ചെറിയ കണികൾ അവിടെ പ്രകാശിതമാവുന്നു. അതിനാൽ പ്രകാശത്തിന്റെ പാത നമുക്ക് ദൃശ്യമാവുന്നു. അപ്പൊ എങ്ങനെ ചെറിയ പാർട്ടിക്കിൾസ് ഇല്ല, അതെങ്ങനെയാണ്, അത് ഇലിമിനേറ്റഡ് ആവും. അപ്പൊ ഇലിമിനേറ്റ് ആയി കഴിയുമ്പോൾ ആ പാത നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അപ്പൊ ഈ പ്രതിഭാസമാണ് ടിൻഡൽ പ്രഭാവം അല്ലെങ്കിൽ ടിൻഡൽ എഫക്റ്റ്. The intensity of scattering depends on the size of the particles in the colloid. Size of the particles increases, the intensity of scattering also increases. നമ്മൾ പറഞ്ഞ കാര്യം തന്നെ കേട്ടോ. കണികളുടെ വലിപ്പം കൂടുമ്പോൾ വിസരണ തീവ്രതയും അവിടെ കൂടും. മനസ്സിലായല്ലോ? അപ്പൊ കണികളുടെ വലിപ്പം കൂടുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്, ഇന്റൻസിറ്റി ഓഫ് സ്കാറ്ററിങ്ങിന്റെ റേറ്റ് അല്ലെങ്കിൽ ഇന്റൻസിറ്റി ഓഫ് സ്കാറ്ററിങ് അവിടെ ക്ലിയർ ആയല്ലോ? അപ്പം സ്കാറ്ററിംഗിന്റെ എക്സാമ്പിൾ നമ്മൾ ടിൻഡൽ എഫക്റ്റ് കണ്ടു. പിന്നെ എന്താണ്, കളർ ഓഫ് ദി സ്കൈ ഇല്ലേ, ബ്ലൂ കളർ ഓഫ് ദി സ്കൈ, അതെന്താണ്, അതും സ്കാറ്ററിംഗിന് എക്സാമ്പിൾ ആണ്. ഇനിയും ഉണ്ടൊരു എക്സാമ്പിൾ, ഇതാ നോക്കിയേ, ഇതെന്താണ് സംഭവം, നമുക്കറിയാം രാവിലെയും വൈകുന്നേരം ഒക്കെ പ്രത്യേകിച്ച് ഈവനിങ് സമയത്തിലൊക്കെ എന്താണ് ആകാശം ഇല്ല, സൂര്യൻ അവിടെ അസ്തമിക്കുന്ന സമയത്ത് പ്രത്യേകമായിട്ട് നമുക്കറിയാം ആകാശം എങ്ങനെയാണ്, ഒരു റെഡിഷ് കളറിൽ, ഓറഞ്ച് റെഡ് എന്ന് പറയുന്നത്, ഓറഞ്ച് റെഡിൽ കളറിൽ കാണാൻ സാധിക്കും ഇല്ല, ഓറഞ്ച് റെഡ് കളറിൽ നമുക്ക് കാണാൻ സാധിക്കും. അതിന് കാരണം എന്താണ്, ദാറ്റ് ഈസ് ഡ്യൂ ടു സ്കാറ്ററിങ്. ഇതിനും റീസൺ എന്താണ്, സ്കാറ്ററിങ് അല്ലെങ്കിൽ എന്താണ്, വിസരണം മൂലമാണ്. അപ്പൊ ഇവിടെ എങ്ങനെയാണ് വിസരണം സംഭവിക്കുന്നതെന്ന് നോക്കാം. നമുക്കറിയാം എന്തേക്ക്, ഇത് സണ്ണാണ് കേട്ടോ. ഉച്ച സമയത്ത് എന്താ, നമ്മളിവിടെ ഭൂമിയിൽ നിൽക്കുകയാണ്, ഇത് എർത്താണ്, നമ്മളിവിടെ ഭൂമിയിൽ നിൽക്കുകയാണ്, ഇതാ ഇവിടെ നമ്മളിവിടെ ഭൂമിയിൽ നിൽപ്പുണ്ട്. അപ്പൊ നമുക്ക് ഉച്ചയ്ക്ക് നോക്കുമ്പോൾ എങ്ങനെയാണ്, സൂര്യൻ എവിടെയാണ്, നമ്മൾ തലയ്ക്ക് നേരെ വരും ഇല്ലേ. ഈവനിങ്ങിലും മോർണിംഗിലും എങ്ങനെയാണ്, രണ്ട് സൈഡിലായിട്ടാണ് വരുന്നത്. അപ്പൊ നോക്കിയേ, അപ്പോൾ ഈ ഉച്ച സമയത്തെ അപേക്ഷിച്ച് ഈ ഡിസ്റ്റൻസ് നോക്കിയേ, ഇവിടെ ഡിസ്റ്റൻസ് എങ്ങനെയാണ്, കുറവാണ് അല്ലേ, ഡിസ്റ്റൻസ് കുറവാണ്. ഇവിടെ നോക്കി, ഇവിടെ ഡിസ്റ്റൻസ് അവിടെ കൂടുതലാണ് ഇല്ല. അതായത് ഉച്ച സമയത്ത് സൂര്യനും നമ്മളും തമ്മിലുള്ള ഡിസ്റ്റൻസ് അവിടെ കുറവാണ്. അതേസമയം രാവിലെയും വൈകുന്നേരവും സമയങ്ങളിൽ എങ്ങനെയാണ്, ഡിസ്റ്റൻസ് അവിടെ കൂടുതലാണ്. അതായത് മോർണിംഗിലും ഈവനിങ്ങിലും മനസ്സിലാക്കോട്ടെ, മോർണിംഗിലും ഈവനിങ്ങിലും സണ്ണിന്റെ രശ്മികൾ, സൂര്യപ്രകാശം നമ്മളിലേക്ക് എത്തണമെങ്കിൽ കൂടുതൽ ദൂരം ട്രാവൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. ശരിയല്ലേ? മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? രാവിലെയും വൈകുന്നേരവും ഉച്ച സമയത്തെ അപേക്ഷിച്ച് കിരണങ്ങൾ നമ്മളിലേക്ക് എത്തണമെങ്കിൽ അല്ലെങ്കിൽ സൂര്യരശ്മികൾ നമ്മളിലേക്ക് എത്തണമെങ്കിൽ കൂടുതൽ ദൂരം ട്രാവൽ ചെയ്യുന്നു. അപ്പൊ കൂടുതൽ ദൂരം ട്രാവൽ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, ആലോചിച്ച് നോക്കിയേ. കൂടുതൽ ദൂരം ട്രാവൽ ചെയ്യുമ്പോൾ വിബ്ജിയോർ ആണ് ഇല്ലേ, വിബ്ജിയോർ ആണ്. കൂടുതൽ ദൂരം ട്രാവൽ ചെയ്യുമ്പോൾ വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ ഇതിനൊക്കെ എന്ത് സംഭവിക്കും, അത് സ്കാറ്റർ ചെയ്ത് പോകും ഇല്ലേ, അത് സ്കാറ്റർ ചെയ്ത് പോകും. പിന്നെ സ്കാറ്ററിങ് അധികം സംഭവിക്കാത്ത ഏതാണ്, ഓറഞ്ച് റെഡ് ഒക്കെ അല്ലേ അധികം സ്കാറ്ററിങ് സംഭവിക്കാത്ത. അപ്പൊ അതെന്ത് സംഭവിക്കും, അത് അന്തരീക്ഷത്തിലൂടെ ട്രാവൽ ചെയ്ത് നമ്മളിലേക്ക് എത്തും. അപ്പൊ നമുക്ക് ആ കളർ കാണാൻ സാധിക്കും. ഇത് ഓറഞ്ച് റെഡ് അല്ലെ, കമ്പാൻ ചെയ്തിട്ടുള്ള ഓറഞ്ച് റെഡ് നിറമായിരിക്കും നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പൊ ഓർക്കുക, രാവിലെയും വൈകുന്നേരം സമയങ്ങളിൽ സൂര്യപ്രകാശം നമ്മളിലേക്ക് എത്താൻ വേണ്ടി കൂടുതൽ ദൂരം ട്രാവൽ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പം വേവ് ലെന്ത് കുറഞ്ഞ വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ ഒക്കെ എന്ത് ചെയ്തു പോകും, സ്കാറ്റർ ചെയ്ത് പോകും. പിന്നെ വേവ് ലെന്ത് കൂടുതൽ ഓറഞ്ച് റെഡ് കളറ്, അതാണ് സ്കാറ്ററിങ് സംഭവിക്കാതെ നമ്മളിലേക്ക് എത്തുന്നു. ദാറ്റ് ഈസ് എ റീസൺ. മനസ്സിലായോ? അതവിടെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, നോക്കിയേ. ദ ഡിസ്റ്റൻസ് ദാറ്റ് ദ സൺറൈസ് ട്രാവൽ ത്രൂ ദ അറ്റ്മോസ്ഫിയർ ടു റീച്ച് ദ എർത്ത് ഡ്യൂറിങ് സൺറൈസ് ആൻഡ് സൺസെറ്റ് കമ്പയർഡ് ടു അതർ ടൈം. ഉദയാസ്തമയ സമയങ്ങളിൽ സൂര്യരശ്മിക്ക് നിരീക്ഷകന്റെ കണ്ണിൽ എത്താൻ അന്തരീക്ഷത്തിലൂടെ സഞ്ചരിക്കേണ്ട ദൂരം മറ്റു സമയത്തെ അപേക്ഷിച്ച് എങ്ങനെയാണ് കൂടുതലല്ലേ. ഉച്ച സമയത്തെ അപേക്ഷിച്ച് ഈവനിങ്ങിലും ഉദയാസ്തമന സമയങ്ങളിൽ എങ്ങനെയാണ് കൂടുതൽ ദൂരം സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട്. Which colors undergo the least scattering at this time? ഈ സമയങ്ങളിൽ അതായത് മോർണിംഗിലും ഈവനിങ്ങിലും ഏറ്റവും കുറവ് വിസരണം സംഭവിക്കുന്ന ഏതൊക്കെ നിറങ്ങൾക്കായിരിക്കും, ഓറഞ്ച് റെഡ് ഇല്ലേ, ഓറഞ്ച് റെഡിനൊക്കെ ആയിരിക്കും ഏറ്റവും കുറവ് വിസരണം സംഭവിക്കുന്നത്.
വിച്ച് കളർ വിൽ ബി പ്രോമിനന്റ് ഇൻ ദ ലൈറ്റ് റീച്ചിങ് ദ എർത്ത്? ഭൂമിയിൽ എത്തുന്ന വർണ്ണങ്ങളിൽ പ്രാമുഖ്യം ഏതിനായിരിക്കും? ഇതിന് തന്നെയല്ലേ ഏറ്റവും കൂടുതൽ പ്രാമുഖ്യം വരുന്നതിനായിരിക്കും ഓറഞ്ച് റെഡിനൊക്കെ തന്നെയല്ലേ? മനസ്സിലായല്ലോ, ഓറഞ്ച് റെഡ് അല്ലെങ്കിൽ യെല്ലോ ഓറഞ്ച് റെഡിനൊക്കെ തന്നെയായിരിക്കും. അതായത് വിബ്ജിയോറിലെ അല്ലേ, വിബ്ജിയോറിലെ വയലറ്റ് ഇൻഡിഗോ ബ്ലൂ ഒക്കെ സ്കാറ്റർ ചെയ്ത് പോവും ഇല്ലേ. ഏറ്റവും കുറവ് സ്കാറ്ററിങ് സംഭവിക്കുന്നതാണ് യെല്ലോ ഓറഞ്ച് റെഡ് ഇല്ലേ. യെല്ലോ ഓറഞ്ച് റെഡിനൊക്കെയാണ് കുറവ് സ്കാറ്ററിങ് സംഭവിക്കുന്നത് അല്ലേ. അപ്പം ഭൂമിയിൽ എത്തുന്ന വർണ്ണങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രാമുഖ്യം എന്തിനായിരിക്കും? ഏറ്റവും കൂടുതൽ പ്രാമുഖ്യം യെല്ലോയും ഓറഞ്ചും ഒക്കെ സ്കാറ്റർ ചെയ്ത് പോകും. ഇപ്പം ഏറ്റവും കൂടുതൽ പ്രാമുഖ്യമുള്ള ഏതിന് തന്നെയായിരിക്കും? റെഡിന് തന്നെയായിരിക്കും. ശരിയല്ലേ പറയുന്നത്? അതുകൊണ്ടാണ് നമുക്ക് കറക്റ്റ് റെഡ് എന്ന് പറയാൻ പറ്റില്ല, ഓറഞ്ച് റെഡിഷ് കളറിൽ നമുക്ക് കാണപ്പെടുന്നത് അല്ലേ. അപ്പൊ അതുകൊണ്ടാണ് ഉദയാസമയങ്ങളിൽ അല്ലേ സൂര്യന്റെ നിറം ചുവപ്പോ മഞ്ഞയോ ഓറഞ്ചോ ഒക്കെ കാണുന്നതിന്റെ കാരണം. മനസ്സിലായോ? ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ. വൈ ഡസ് ദ സൺ അപ്പിയേഴ്സ് റെഡ് ഓർ യെല്ലോ ഓർ ഓറഞ്ച് ഡ്യൂറിങ് സൺറൈസ് ആൻഡ് സൺസെറ്റ്? ഉദയാസമയങ്ങളിൽ സൂര്യന്റെ നിറം ചുവപ്പോ മഞ്ഞയോ ഓറഞ്ചോ ആയി കാണാൻ കാരണം എന്തായിരിക്കും? എന്താണ് കാരണം? എന്താന്ന് നോക്കിയേ. ഡ്യൂറിങ് സൺറൈസ് ആൻഡ് സൺസെറ്റ് ലൈറ്റ് റീച്ചിങ് us from the horizon has to travel long distance through the atmosphere. During this long journey, colors of shorter wavelength would be almost fully lost due to scattering. Then the red light, which undergoes only less amount of scattering, decides the color of the horizon. That is why the sun appears red during sunset and sunrise. Reddish color എന്ന് പറയാം ഇല്ലേ. ഉദയാസമയ വേളകളിൽ സൂര്യനിൽ നിന്നുള്ള പ്രകാശം അന്തരീക്ഷത്തിലൂടെ കൂടുതൽ ദൂരം സഞ്ചരിക്കുമ്പോൾ തരംഗദൈർഘ്യം കുറഞ്ഞ വർണ്ണങ്ങൾക്ക് വിസരണം ചെയ്ത് നഷ്ടപ്പെട്ടു പോകും. അതിനാൽ സൂര്യപ്രകാശത്തിൽ അവശേഷിക്കുന്ന തരംഗദൈർഘ്യം കൂടിയ ചുവപ്പ് വർണ്ണത്തിലായിരിക്കും സൂര്യനെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. മനസ്സിലായോ? ഇതൊക്കെ നമ്മളില്ല, ഇതൊക്കെ നമ്മൾ എന്നും കാണുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ ഒന്ന് റിലേറ്റ് ചെയ്ത് വെച്ചാൽ മതി. എന്തുകൊണ്ടാണ് സൂര്യൻ റെഡിഷ് കളറിൽ കാണാൻ കാരണം എന്താണ്? ദാറ്റ് ഈസ് ഡ്യൂ ടു സ്കാറ്ററിങ്. 1 മാർക്കിനൊക്കെ ചോദിക്കാം കേട്ടോ. 1 മാർക്കിനൊക്കെ ചോദിക്കാം എന്തുകൊണ്ടാണ്. അപ്പം പറയാം സ്കാറ്ററിങ് ആണെന്ന് പറയാം. നിങ്ങൾ റീസൺ ചോദിക്കുവാണെന്നുണ്ടെങ്കിൽ നമ്മളിതാ ഇത് എഴുതുക. മനസ്സിലായോ? ഇനി വേറൊരു എക്സാമ്പിൾ കൂടെ ഞാൻ പറയാം. വാഹനങ്ങളുടെ ഒക്കെ ടെയിൽ ലാമ്പില്ലേ, ടെയിൽ ലാമ്പൊക്കെ നമ്മൾ റെഡ് ആണ് ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ സിഗ്നൽ ലൈറ്റ് ഒക്കെ ഉണ്ടല്ലോ, സിഗ്നൽ ലൈറ്റ് ഒക്കെ റെഡ് ഉപയോഗിക്കാൻ കാരണം എന്താണ്? സാധാരണയായിട്ട് റെഡിന് എന്താണ്? തരംഗദൈർഘ്യം കൂടുതലാണ്, വേവ് ലെങ്ത് കൂടുതലാണ്. റെഡിന് വേവ് ലെങ്ത് കൂടുതലാണ്. വേവ് ലെങ്ത് കൂടുതലാകുമ്പോൾ എന്തായിരിക്കും? നമുക്ക് വളരെ ദൂരത്ത് നമുക്ക് ആ റെഡ് കാണാൻ സാധിക്കും. റെഡ് എന്ന് വെച്ചാൽ ഡേഞ്ചറിനെയാണല്ലോ സൂചിപ്പിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ്? സ്റ്റോപ്പ് ചെയ്യാനുള്ള സിഗ്നൽ ആണല്ലോ. അപ്പം വളരെ ദൂരത്ത് നിന്ന് നമുക്ക് റെഡ് കാണാൻ സാധിക്കും. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ടാണ് വാഹനങ്ങളൊക്കെ ടെയിൽ ലാമ്പിലും അല്ലെങ്കിൽ സിഗ്നൽസിലൊക്കെ റെഡ്, അല്ലെങ്കിൽ ഡേഞ്ചർ സിറ്റുവേഷൻസിലൊക്കെ റെഡ് നമ്മൾ ഉപയോഗിക്കുന്നതിന്റെ കാരണം. ഇതൊക്കെ ചോദിക്കാം കേട്ടോ. അതാ ഒരു ക്വസ്റ്റ്യൻ ആയിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വൈ റെഡ് കളർ ഹാസ് ബീൻ ഗിവൺ ടു ദ ടെയിൽ ലാംപ്സ് ഓഫ് വെഹിക്കിൾസ് ആൻഡ് സിഗ്നൽ ലൈറ്റ്? റെഡ് ലൈറ്റ് ഈസ് സ്കാറ്റേർഡ് ദ ലീസ്റ്റ് ബൈ ദ എയർ മോളിക്യൂൾസ്. സോ റെഡ് ലൈറ്റ് ഈസ് ഏബിൾ ടു ട്രാവൽ ലോങ് ഡിസ്റ്റൻസ് വിത്ത് ലെസ് സ്കാറ്ററിങ് ത്രൂ റെയിൻ, ഫോഗ് ആൻഡ് എന്താ ലൈക്ക് അതുപോലുള്ള സാഹചര്യങ്ങളിൽ അല്ലെ. ഫോഗൊക്കെ ഉണ്ടല്ലോ, മഞ്ഞ് സമയങ്ങളിലൊക്കെ ആണേലും അല്ലെങ്കിൽ മഴ സമയത്തൊക്കെ ആണേലും നമുക്ക് പെട്ടെന്ന് അപകടങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. അപ്പം പെട്ടെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്ന കളർ റെഡ് ആണ്. അതിന് കാരണം തന്നെ റെഡിന് സ്കാറ്ററിങ്ങിന്റെ റേറ്റ് അവിടെ കുറവാണ്. ദാറ്റ് ഈസ് എ റീസൺ. ക്ലിയർ ആയോ? അപ്പൊ ഇതെല്ലാം എന്താണ്? സ്കാറ്ററിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കേട്ടോ. എല്ലാം സ്കാറ്ററിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ ഈ ഒരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ സ്കാറ്ററിങ് എന്താണെന്നുള്ളത്. ഇവിടെ ഓർക്കേണ്ട പോയിന്റുകൾ നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കുക കേട്ടോ. വേവ് ലെന്ത് കൂടുതലായതിന് സ്കാറ്ററിങ്ങിന്റെ റേറ്റ് കുറവായിരിക്കും. വേവ് ലെന്ത് കുറഞ്ഞതിന് സ്കാറ്ററിങ്ങിന്റെ റേറ്റ് എങ്ങനെയായിരിക്കും? കൂടുതലായിരിക്കും. റെഡിന് സ്കാറ്ററിങ്ങിലെ റേറ്റ് കുറവാണ്. അതിന് കാരണം എന്താണ്? വേവ് ലെന്ത് ആണ്. അതുപോലെ തന്നെ സൈസ് ഓഫ് ദ പാർട്ടിക്കിളും സ്കാറ്ററിങ്ങും. സൈസ് ഓഫ് ദ പാർട്ടിക്കിളിന്റെ സൈസ് കൂടുവാണെന്നുണ്ടെങ്കിൽ സ്കാറ്ററിങ്ങിന്റെ റേറ്റും കൂടും. സ്കാറ്ററിങ്ങിന് എക്സാമ്പിൾ കണ്ടില്ലേ? ടിൻഡൽ എഫക്റ്റ് ഒരു എക്സാമ്പിൾ ആണ്. ബ്ലൂ കളർ ഓഫ് ദി സ്കൈ എക്സാമ്പിൾ ആണ്. പിന്നെന്താണ്? കളർ ഓഫ് സെറ്റിംഗ് ആൻഡ് റൈസിങ് സൺ. ഇതൊക്കെ എന്താ എക്സാമ്പിൾ ആണ്? സ്കാറ്ററിങ്ങിന് എക്സാമ്പിൾ ആണ്. മനസ്സിലായോ? കാര്യങ്ങൾ രസമല്ലേ പഠിക്കാൻ? ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റിലേറ്റ് ചെയ്ത് പഠിക്കും. അപ്പൊ നിങ്ങൾ പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോൾ കാണുമ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിലൊക്കെ വരുമ്പോൾ നമുക്ക് പറയാമല്ലോ ഇതിന്റെ കാരണം ഇതാണെന്ന്. കുഞ്ഞു കുട്ടികളൊക്കെ ആണെങ്കിൽ അവരോട് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കുമല്ലോ ഇതിന്റെ കാരണം ഇതാണ്, സ്കാറ്ററിങ് ആണ്, ഇങ്ങനെ തന്നെ കളറിൽ ഇങ്ങനെയാണ് വിസരണം അവിടെ കുറവാണെന്നൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. അപ്പൊ അങ്ങനെ നിങ്ങൾ റിലേറ്റ് ചെയ്ത് പഠിക്കാൻ നോക്കുക.
അപ്പം ക്ലിയർ ആയല്ലോ ഈ ഒരു സെക്ഷൻ സ്കാറ്ററിങ്ങിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പം നല്ലോണം പഠിക്കുക, കാര്യങ്ങൾ മനസ്സിലാക്കി കൺസെപ്റ്റ് മനസ്സിലാക്കി തന്നെ പഠിക്കുക കേട്ടോ. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ, കമന്റ് ബോക്സിൽ ചോദിക്കാം, വാട്സ്ആപ്പ് ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്യുക കേട്ടോ. അവിടെ ഡിസ്കഷൻസ് നമുക്ക് ആവശ്യമാണ്. അപ്പം ഒരാൾ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് അറിയണമെന്നില്ല. അപ്പോൾ ഡിസ്കഷൻസ് തരുവാണെങ്കിൽ അത് വളരെയധികം നല്ല കാര്യമാണ്. അപ്പോൾ ഡൗട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. നമുക്കിൻ്റെ ബാക്കി പാട്ടുമായിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്, മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് കേട്ടോ. അപ്പം മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഹൈപ്പൊക്കെ ചെയ്യുക കേട്ടോ. അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്